കൂട്ടുകാരെ ഉണ്ടല്ലോ ജെ4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ അതായത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണല്ലേ ഡാലിയ പ്ലാന്റ്സ്. അപ്പോൾ ഇന്ന് ആ ഡാലിയ പ്ലാന്റ്സിൻ്റെ ഫുൾ കെയറിങ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാകുമേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ, നമ്മുടെ ഡാലിയ പ്ലാന്റ്സിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഈ ഒരു ചെടീനെ നമുക്ക് എങ്ങനെ നടണം എന്നൊന്നും അറിയില്ല അല്ലേ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഡാലിയ പ്ലാന്റ്സിൻ്റെ കറക്റ്റ് പരിചരണം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം ഇതുപോലെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ നമ്മുടെ ഓരോ ചെടിയിലും നമുക്ക് വിരിയുന്നത്. അപ്പം നമ്മുടെ ചെടികളിലുണ്ടല്ലോ പിന്നെ നമ്മളൊരു ചെറിയ ചെടി കൊണ്ട് നട്ട് വെച്ചാൽ ആ ഒരു ചെടിയിൽ നമുക്ക് ഏത് കളറിലുള്ള പൂക്കളാണ് വിരിയുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വിരിഞ്ഞ് കഴിയുമ്പം എല്ലാ ചെടികളും ഇതുപോലെ ഒന്നിനൊന്നിനും മെച്ചമുള്ള പൂക്കളാണ്. അപ്പോൾ നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ഉണ്ടല്ലോ ഇതൊരു നാടൻ വെറൈറ്റി ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഈ ഒരു ചെടീൻ്റെ കട്ടിങ് നമുക്ക് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു ചെറിയ കഷ്ണം കട്ട് ചെയ്ത് നമുക്കത് കുത്തിപ്പിടിപ്പിച്ചാൽ പുതിയ ചെടികളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മണ്ണിലോ മണലിലോ ചകിരിച്ചോറിലോ ഏതിൽ വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ചെടീനെ നട്ട് കൊടുത്ത് നമുക്കിതുപോലെ പുതിയ പ്ലാന്റ് ആക്കി എടുക്കാം. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് നടുന്നുണ്ടല്ലോ ഒന്നുകിൽ നമുക്ക് നല്ല 10-12 ഇഞ്ച് വലുപ്പമുള്ള പോട്ടിൽ നമുക്ക് നട്ട് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് നല്ല നിലത്തൊക്കെ നടാനായിട്ട് സൗകര്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നമുക്ക് നിലത്ത് നട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നടുമെന്ന് വെച്ചാലുണ്ടല്ലോ ഈ ഒരു ചെടി കുറേ ഇങ്ങനെ പടർന്ന് വന്നിട്ട് നമുക്ക് ഒത്തിരി പൂക്കൾ തരും കേട്ടോ. അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മുടെ കൈവശമുള്ള നമ്മുടെ ഡാലിയ പ്ലാന്റ്സിൽ നിന്നും ഒരു പ്ലാന്റ് നമുക്ക് എടുത്തു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ചെടീനെ നമുക്ക് നട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പ്ലാന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെടികൾ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു പോട്ടി മിക്സർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി അടങ്ങിയൊരു മിശ്രിതമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കുണ്ടല്ലോ നമ്മുടെ കരിയിലൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ മണ്ണിന് നല്ല ഇളക്കം കിട്ടും. അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല വലിപ്പമുള്ള പോട്ട് വേണം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പോട്ടിലോ ഒക്കെ നടുവാണെങ്കിൽ നമ്മുടെ ചെടികൾ കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പത്തിലുള്ളൊരു പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ പ്ലാന്റ്സിനെ ഉണ്ടല്ലോ നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം. അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ. നല്ല ഹെൽത്തി ആയതാ, നല്ല പ്ലാന്റാണ് കേട്ടോ. ഫ്ലവർ ആകാനായിട്ടിങ്ങ് വരുന്നതേ ഉള്ളൂ. അതുപോലെ നമ്മുടെ പോട്ടിൽ നിന്ന് എടുത്തു കേട്ടോ നമ്മുടെ ചെടീനെ. ഇനി നമുക്കുണ്ടല്ലോ ചെറിയ രീതിയിൽ ഇതിൻ്റെ അടിയിലെ കുറച്ച് മണ്ണ് നമുക്കൊന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ. കുറച്ച് മണ്ണ് നമ്മൾ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പോട്ടിലേക്കുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ചെടീനെ നമുക്കങ്ങോട്ട് നട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പോട്ടിലോട്ട് ബാക്കി പോട്ടി മിക്സറും കൂടി ഇട്ട് നിറച്ച് കൊടുക്കാവേ. അപ്പം നമ്മൾ ഈ ഒരു പോട്ടി മിക്സർ പിന്നീട് ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മൾ ഈ പോട്ട് നിറഞ്ഞിട്ട് കൊടുക്കരുത് കേട്ടോ. നമുക്ക് പിന്നീട് കുറച്ച് ചാണകപ്പൊടി കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പോട്ട് ഫില്ലാക്കണ്ട. ഇതാട്ടോ നമ്മുടെ പോട്ടി മിക്സറൊക്കെ നമ്മൾ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചെടീനെ നമ്മൾ എങ്ങനെ വെക്കണം എന്നറിയോ, ചെറിയ രീതിയിലൊന്ന് നനച്ച് കൊടുക്കുക. അധികം നനയ്ക്കേണ്ട, ചെറിയ രീതിയിൽ നനച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസം ഒരാഴ്ചയോളം ഒരു തണലത്ത് വെക്കുക. പിന്നീടുണ്ടല്ലോ നമുക്ക് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ഈ ഒരു ചെടീനെ വെച്ച് കൊടുക്കാനായിട്ട്. എത്രയോ സൂര്യപ്രകാശം കിട്ടുന്നു അതിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളർന്നു വരും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചെടിയൊക്കെ നട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ചിലവർ പറയുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ ഒരു ചെടിയുടെ ലീഫിൻ്റെ അടിയിൽ കൂടി ഒരു വെള്ള പൂപ്പൽ പോലെ വരും. അങ്ങനെ വന്നിട്ട് നമ്മുടെ ചെടിക്ക് വരുന്നൊരു രോഗമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ഡാലിയ ചെടിയിൽ കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും നമ്മുടെ കൈവശമുള്ളൊരു പെസ്റ്റിസൈഡ് ഉണ്ടല്ലോ നമ്മളിത് കൊടുക്കുക കേട്ടോ. ഇനി കയ്യിൽ പെസ്റ്റിസൈഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വളം വിൽക്കുന്ന ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഓർഗാനിക്കായ പെസ്റ്റിസൈഡ് വാങ്ങാൻ കിട്ടും. ഇനി അതല്ലെങ്കിലുണ്ടല്ലോ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അത് നമ്മുടെ സോപ്പിൻ്റെ ലിക്വിഡ് അതും ഒരു കുറച്ചെടുത്തിട്ട് നമ്മൾ നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ചെടീൻ്റെ ലീഫിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഈ ഒരു ചെടി വളർന്ന് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ചെടിയിലുണ്ടല്ലോ ഓരോ പൂക്കൾ അതായത് കരിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ പൂവിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ തളിർപ്പ് വന്നിട്ട് വീണ്ടും കുറേ പുതിയ പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് വരുവേ. ഇതുണ്ടല്ലോ നമ്മുടെ ഒരു പ്ലാന്റിനെ ഞാനിവിടെ ഇങ്ങനെ നിലത്ത് നട്ട് കൊടുത്തേക്കണതാണ് കേട്ടോ. അപ്പം നിലത്ത് നട്ട് കൊടുത്ത് അത്യാവശ്യം വളമൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മുട്ടുകളൊക്കെ ആയിട്ട് വന്നിട്ട് പൂവിടുവേ. പിന്നെ നമ്മളിങ്ങനെ ചെടികൾ നട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നട്ട പോട്ടിൻ്റെ ഉള്ളിൽ ഇതിന് നിറച്ച് ബൾബുണ്ടാകും ഈ ഒരു ചെടിക്ക്. അത് പിന്നീട് നമുക്ക് കിഴങ്ങെടുത്തിട്ട് അതായത് അതിൻ്റെ ബൾബ് എടുത്തിട്ട് നമുക്ക് മാറ്റി പാകി മുളപ്പിച്ച് പുതിയ നല്ല ചെടികളാക്കാൻ പറ്റുമേ.
അപ്പം നമ്മുടെ ഈ ഒരു ഡാലിയ പ്ലാന്റ്സിൻ്റെ കെയറിങ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അത്ര വലിയ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചെടിയൊന്നുമല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പ്രകാരമൊക്കെ നട്ടുകൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചെടി വളർന്ന് നല്ല ബുഷിയാവും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ് കേട്ടോ നമ്മുടെ NPK 19. ചെടികളുടെ ലീഫിൽ കൂടെയും ചുവട്ടിൽ കൂടെയൊക്കെ നമുക്ക് കുറേശ്ശെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഡാലിയ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായോ? അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ എല്ലാവരും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ഇതുപോലെ ഓരോ പൂക്കളും വിരിയിക്കുന്നുണ്ടല്ലോ, നമ്മൾ അതുപോലെ ആ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ, നമുക്ക് കുറച്ച് നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ വിരിയണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ചെടികളെയൊക്കെ നട്ടു കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വരും കേട്ടോ. അപ്പം നമ്മുടെ ചെടികൾക്ക് ഞാൻ എന്താണോ ചെയ്തു കൊടുക്കുന്നത് അത് വളരെ കൃത്യമായിട്ടും സത്യസന്ധമായ രീതിയിലാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാറുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഗാർഡൻ ടൂർ വീഡിയോ വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും കമൻ്റ് ഇട്ട് അറിയിക്കണം കേട്ടോ.